അബൂബക്കർ കുഞ്ഞി എന്ന പേരിൽ നമ്മുടെ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. താങ്കൾ ഈ തവണ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് 3-ാം വാർഡിൽ നിന്ന് ജനവിധി തേടുകയാണ്. പ്രദേശത്തെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് താങ്കളെ കാണുന്നത്. 3-ാം വാർഡിൽ തന്നെ മുഴുവൻ സമയം ചെലവഴിക്കുന്ന ആ പ്രദേശത്തിന്റെ എല്ലാ പൾസും അറിയുന്ന താങ്കൾക്ക് നമ്മുടെ പ്രദേശത്തിന്റെ വികസന രംഗത്ത് നല്ലൊരു കാഴ്ചപ്പാടുണ്ടാകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ താങ്കളെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്തെ വികസന രംഗത്ത് മൊത്തത്തിൽ താങ്കൾക്ക് എന്ത് വികസനം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആദ്യമായിട്ട് ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ കുടിവെള്ളം 3-ാം വാർഡിന്റെ ഒട്ടുമിക്ക പ്രദേശത്ത് കുടിവെള്ളത്തിന്റെ ക്ഷാമം അതിരൂക്ഷമാണ്. കാലാകാലങ്ങളിൽ വേനലും വരുമ്പോൾ പിന്നെ സന്നദ്ധ സംഘടനകളും മറ്റും ആളുകളും ഒക്കെ കൊടുക്കുന്ന കുടിവെള്ളം കൊണ്ടാണ് ഒട്ടനവധി കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത്. നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതാണ്, പാലക്കാട് പ്രദേശത്ത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം അതുമായി തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ മുന്നേ തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ അന്വേഷിക്കുകയും അതിനെപ്പറ്റി ഓളപ്പ് നടത്തുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതിന് സാങ്കേതികം പറയുന്നത് പറഞ്ഞാൽ ഒരു ഹൈവേ ക്രോസിംഗ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ആ ഹൈവേ ക്രോസിംഗ് കിട്ടാനുള്ള നടപടി അധികാരികളുടെ ഭാഗത്തുനിന്ന് അതിന് MP മുഖാന്തരമായിട്ടോ പിന്നെ കളക്ടർ മുഖാന്തരമായിട്ടോ നടപടി സ്വീകരിക്കാനുള്ള പ്രവർത്തനം ഓൾറെഡി നമ്മൾ നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക, അത് ആരും പരിഹരിക്കുന്നതല്ല, നമുക്ക് ആ സംഭവമാണ് നേടിയെടുക്കുക. അത് വലിയൊരു വിഷയമാണ് നമ്മളെ വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ. അതുപോലെ തന്നെ ഇടവഴികൾ, റോഡുകൾ, ഞാനിപ്പോൾ ഓൾമോസ്റ്റ് പറയാണ് പിന്നെ കൂടത്തുംപാറ മേഖലയിൽ ഞാനൊരു പിന്നെ ഓൾറെഡി എനിക്ക് അറിയുന്ന പ്രദേശമാണെങ്കിൽ കൂടി ഞാനിപ്പോൾ വോട്ട് അഭ്യർത്ഥിച്ച് പോകുന്ന സമയത്ത് ഞാൻ കണ്ട വല്ലാത്ത വലിയ വിഷയങ്ങളുണ്ട്. റോഡില്ലാത്ത വഴി, 4 ഫുട്ട് വഴിയില്ലാത്ത പാമ്പ് നിറഞ്ഞു നിൽക്കുക, ഒരു 10, 20, 10, 15 വീടുകാർ നിൽക്കുക. അവളൊക്കെ ഭയങ്കര വീതിയിൽ ആ ഇടവഴിക്കൂടി നടന്നു മറ്റൊരു വഴിയില്ല. അത് നമ്മളെല്ലാവരും പ്രദേശത്തുള്ളവരൊന്ന് പോയി കാണണം, അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതിപ്പോൾ നമ്മൾ ജയിക്കുകയോ ജയിക്കാതെ അതല്ല അതിൻ്റെ ഒരു വിഷയം. അവരെ പ്രശ്നത്തിന് പരിഹാരം വേണം. അത് ഓൾറെഡി എന്ത് രീതിയിലായാലും അത് ചെയ്തു കൊടുക്കുന്നുള്ളൊരു ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ വല്ലാതെ അലട്ടുണ്ടായ ഒരു വിഷയം കണ്ടപ്പോൾ തന്നെ അതിന് ഞാൻ ഓൾറെഡി ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നതിനേക്കാൾ ഉപരി ഒരു താങ്കളുടെ മനസ്സിൽ കുടികൊള്ളുന്ന ഒരു സാമൂഹിക ബോധം, ജനങ്ങളോടുള്ളൊരു കടപ്പാടാണ് താങ്കളുടെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. എങ്ങനെയെങ്കിലും വോട്ട് പിടിക്കാൻ പോവുക എന്നതിനേക്കാൾ ഉപരി ആ വോട്ടിന് പോകുമ്പോൾ നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾ ഏതൊക്കെ രൂപത്തിൽ കഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് അതൊരു നല്ല മനസ്സിന്റെ അടയാളമാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ജനങ്ങളുടെ പ്രദേശത്തെ ആളുകളുടെ കഷ്ടപ്പാടും ജനങ്ങളുടെ പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തൊക്കെ താങ്കൾ കുറെ സേവനം ചെയ്യുന്ന ആളാണ് എന്നും കൂടി നമുക്കറിയാം. അതോടൊപ്പം താങ്കൾ അധികാരത്തിലെത്തി ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തെത്തിയാൽ ഒരു പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കുന്ന ഒന്ന് നമ്മുടെ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നമായിരിക്കും. ആ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ചില മേഖലയിൽ കുടിവെള്ളത്തിന് വളരെ പ്രയാസപ്പെടുന്നു. ആ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്. കുടിവെള്ളത്തിന് ജപ്പാൻ കുടിവെള്ളം ഇങ്ങോട്ട് കടന്നു വരുന്നതിന് ചില സാങ്കേതിക പ്രയാസങ്ങളുണ്ട്. അതിനെപ്പറ്റി താങ്കൾ പഠിച്ചിരുന്നോ? തീർച്ചയായിട്ടും പഠിച്ചു. പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണോ? അത് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ്. ഓൾറെഡി ഇപ്പം വെള്ളം പിന്നെ ഈ ഒളവണ്ണ പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിലേക്കും കൊടുക്കാനുള്ള വെള്ളം പന്തിരാങ്കാവുള്ള മെയിൻ ടാങ്കിൽ വന്ന് നിൽക്കുകയാണ്. പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ അത് ഭാഗികമായി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാലായി പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല. അതിന് പറയുന്ന സാങ്കേതിക തടസ്സം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈവേ ക്രോസിംഗ് എന്നാണ് ഞാൻ ആ പിന്നെ ജപ്പാന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കിയത്. അത് ഏതാണോ പിന്നെ ആരെ ബന്ധപ്പെട്ടാണോ അത് പിന്നെ ഓപ്പൺ ആക്കേണ്ടി അതിനുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ ഓൾറെഡി മാനസികമായി എന്നോ തയ്യാറാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞ ഒരാളാണ്. ഇനിയും അതിന്റെ ഫോളോഅപ്പ് നടന്നു. അത് ആ രീതിയിൽ തന്നെ എത്രയും പെട്ടെന്ന് ഈ വേനലിൽ തന്നെ നമുക്ക് ഇവിടെ കുടിവെള്ളം കിട്ടുന്ന രീതിയിൽ എത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മുടെ വെള്ളക്കെട്ടിന്റെ ഒരു പ്രശ്നം നമ്മുടെ 3-ാം വാർഡ് എപ്പോഴും അനുഭവിക്കുന്ന പ്രയാസമാണ്. ചില ഡ്രൈനേജുകളൊക്കെ ചില സ്വകാര്യ വ്യക്തികൾ അവരുടെ ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടി ബ്ലോക്ക് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു പ്രചാരമുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ പിന്നെ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്കുള്ള റോഡ്, വിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള റോഡ്, ആ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ഡ്രെയിനേജ് ഉണ്ട്. ആ ഡ്രെയിനേജ് അടഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് ആ ഭാഗത്തുള്ള കുറെ കുടുംബങ്ങൾ എപ്പോഴും മഴ പെയ്താൽ വെള്ളത്തിലാകുന്നത്. അപ്പൊ ആ ഡ്രെയിനേജ് തുറക്കുന്നതൊക്കെ വളരെ സിമ്പിളായിട്ട് നിയമപരമായി ഇടപെട്ടാൽ വളരെ പെട്ടെന്ന് കഴിയും. അതോടൊപ്പം ചില വലിയ വ്യക്തികളോടുള്ള പലരുടെയും കടപ്പാട് കൊണ്ട് അതിലേക്ക് ഇറങ്ങാത്തതാണ് എന്നാണ് ജനസംസാരം. എന്റെ കൃത്യമായ വശം ഞങ്ങൾക്കറിയില്ല. ഏതായാലും അത്തരം ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടാകുന്ന
ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൂടെ? തീർച്ചയായിട്ടും നമ്മളിപ്പോ ഓൾറെഡി ചെയ്യേണ്ട സംഗതിയാണല്ലോ. പിന്നെ ഇതിന്റെ ബുദ്ധിമുട്ട് ഓൾറെഡി അനുഭവിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാനും പാലാഴി റോഡിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. അപ്പോൾ ഈ പിന്നെ നമ്മള് 24 മണിക്കൂർ നമ്മൾ ചെലവഴിക്കുന്ന പ്രദേശം തന്നെയാണ് പാലാഴി പാൽ കമ്പനി. ആ പ്രദേശം അവിടുത്തെ വെള്ളക്കെട്ട് നമുക്ക് എല്ലാവർക്കും നേരിട്ട് അനുഭവിച്ചിട്ടും കണ്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഒരു വിഷയം തന്നെ കോർപ്പറേഷൻ കോവൂർ മേഖലയിൽ നിന്ന് വരുന്ന വെള്ളം കോർപ്പറേഷന്റെ പരിധിയിൽ വെച്ച് ഇന്ന് ഡ്രെയിനേജ് അവസാനിച്ച് നിൽക്കുകയാണ്. ഏറെ ഇടപെടലുകളും എല്ലാ തലത്തിലും നടത്തിയിട്ടും അതും ഒന്നും ചെയ്യാൻ കഴിയാത്ത എന്നും നിൽക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. എന്താണ് തടസ്സമായിട്ട് കാണുന്നത്? അത് പിന്നെ സ്ഥലം അതിന് വലിയൊരു ഫണ്ട് വെക്കണം. അപ്പോൾ അത് പിന്നെ പഞ്ചായത്ത് പറയുന്നത് അത് പിന്നെ കോർപ്പറേഷൻ തന്നെ പൂർത്തീകരിക്കണമെന്നാണ്. അപ്പം കോർപ്പറേഷന്റെ അധികാരികൾ പറയുന്നത് കോർപ്പറേഷന്റെ പരിധിയിൽ കോർപ്പറേഷന് വെക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണ്. പടിക്കത്തായ ഭാഗത്ത് പോയി നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ അത് ഓൾറെഡി അതിനൊരു ലക്ഷ്യബോധത്തിലെത്തിയില്ല. നമ്മളെ പഞ്ചായത്തിലേക്ക് വന്നിട്ട് അങ്ങനെ പരന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുകയാണ്. പിന്നെ കോർപ്പറേഷൻ മേഖലയിൽ നിന്ന് ലക്ഷ്യബോധത്തിലേക്ക് വരുന്നു. ക്ലിയർ ആണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അതിന് നല്ലൊരു രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ട് അതിന് വലിയൊരു കാഴ്ചപ്പാടോട് കൂടി കൊണ്ടുപോകണം. അത് ഏത് തലത്തിലാണ് പോകേണ്ടതെന്ന് അന്വേഷിച്ചിട്ട് അതിന്റെ രീതിയിൽ പോകും. ഇപ്പം നമ്മളില്ലേ എന്നാലും ഒരു ശാശ്വത പരിഹാരമാവുന്നതാണ് ഏറെക്കുറെ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച മാതിരി ഒട്ടനവധി ചെറിയ ചെറിയ ഡ്രെയിനേജുകൾ അടഞ്ഞു കിടക്കുന്നുണ്ട്. അത് ഏതാണോ അതിന്റെ രീതി നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ നീങ്ങാൻ കഴിയും. 3-ാം വാർഡിന്റെ സ്പന്ദനം നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും ജനങ്ങൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകൾ എടുത്തു കളയാനുള്ള നല്ലൊരു ഇടപെടൽ കുഞ്ഞിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം മക്കാട്ടുതായം റോഡ് ഇപ്പൊ വീതിയില്ലാത്തൊരു പ്രതിസന്ധി, അത് താങ്കൾക്ക് അറിയുന്നതായിരിക്കാം. അതിന് എന്തെങ്കിലും സാങ്കേതിക വിഷയങ്ങളുടെ അതിനെ പറ്റി പഠിച്ചിരുന്നോ? അല്ലെങ്കിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അതിൽ ഇടപെടുമോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏതാ റോഡെന്ന് എനിക്ക് മനസ്സിലായില്ല. മക്കാട്ടുതാഴം തോട് 2 മീറ്റർ ആക്കിയത്. പിന്നെ ഈ തോട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കോവൂർ പ്രദേശത്ത് വന്നിട്ട് ഇത് പോകുന്നത് കോന്തനാരി ആ ഭാഗത്തേക്കാണ് എത്തിപ്പെടേണ്ടത്. അപ്പം കുറെ കാലം ഒരു 5-6 വർഷം മുന്നേ ഇവിടുത്തെ ഒരു ഇടുങ്ങിയ തോട് ഇപ്പൊ ഏതാണ്ട് 2 മീറ്റർ ഉണ്ട്. പക്ഷെ അതിപ്പോഴും മണ്ണ് വന്ന് നിറഞ്ഞിട്ട് ആഴം കുറഞ്ഞിട്ടുണ്ട്. വീതി ഉണ്ട്. ഇപ്പൊ നമ്മളെ പാലാഴി പ്രദേശത്തൊക്കെ വീതി ഉണ്ട്. അപ്പൊ അത് മണ്ണെടുത്തിട്ട് അതൊന്ന് യഥാർത്ഥത്തിൽ വെള്ളം പോകുന്ന രീതിയിലേക്ക് ആക്കേണ്ടതുണ്ട്. അത് പഞ്ചായത്തിന്റെ പരിധിയിൽ, അത് പഞ്ചായത്ത് തന്നെയാണ് അതിന് കാര്യങ്ങൾ ചെയ്യുന്നത്. പഞ്ചായത്തിന്റെ പരിധിയിൽ തന്നെയാണ്. പിന്നെ അതിൽ വേസ്റ്റ് ആണ് ഇപ്പൊ ഉള്ളിടുന്ന ആളുകൾ. അതൊക്കെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്ന സംഭവമാണ്. ഇതൊക്കെ എന്താ ചെയ്യാൻ കഴിയാന്നുള്ളത് ജനങ്ങളെ കൂടി സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കുക കൂടി വേണം വിഷയത്തിൽ. പഞ്ചായത്ത് മാത്രം ആ തോട് നമുക്ക് എല്ലാവർക്കും നിലനിൽപ്പിന്റെ ഒരു ആവശ്യം. തോട് ക്ലിയർ ആയിട്ട് വെള്ളം ഒഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും നിലനിൽപ്പ് വലിയ ബുദ്ധിമുട്ടിലാണ്. അതായത് നമ്മുടെ പ്രദേശത്ത് പാരമ്പര്യമായ ഒരു കോൺഗ്രസ് പ്രവർത്തകനുമാണ്. പിന്നെ സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തൊക്കെ ചെറിയ ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തിയുമാണ്. ആ നിലക്ക് താങ്കൾ അധികാരത്തിലെത്തിയ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തെത്തിയാൽ ആ സ്ഥാനവും ആ സ്വാധീനവും ഒക്കെ പ്രത്യേകമായ കക്ഷി രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ മതവിശ്വാസത്തിന്റെ ജാതിയുടെയും പേരിൽ വിവാദിതകൾ സൃഷ്ടിക്കാതെ, കാരണം ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പാരമ്പര്യമായി വലിയൊരു ദർശനത്തിന്റെ വക്താവായിരിക്കുമല്ലോ. ജനാധിപത്യ മതേതര രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒരു വലിയ പാർട്ടിയുടെ പാരമ്പര്യമുണ്ട് താങ്കൾക്ക്. ആ പാരമ്പര്യം ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും വിഭാഗീയത കാണിക്കുന്ന ചില മെമ്പർമാരും ചില നേതാക്കളും ഒക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് നമ്മളത്. അത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുവായി ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുക എന്ന ഒരു രാഷ്ട്രീയ മൂല്യം ഉൾക്കൊള്ളുകൊണ്ട് താങ്കൾ പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ വിഷയത്തിൽ താങ്കൾക്ക് എന്ത് ഉറപ്പാണ് തരാൻ കഴിയാം? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആൾ നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചോളം കക്ഷി രാഷ്ട്രീയ മത ഭേദമന്യേ എല്ലാവരും യോജിപ്പിച്ച് പോകണം. ഞാൻ ഇന്ന് വരെ ഒരു മതസംഘടനയിലും അങ്ങല്ല. ഞാനൊരു വിശ്വാസിയാണ്. അപ്പോൾ അല്ലാതെ ഞാനൊരു സംഘടനക്കും ഞാനത് ഇനിയും ഭാവിയിലും ഞാൻ അത് ആഗ്രഹിക്കാത്ത ഒരാളാണ്. സംഘടനകൾ പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പൊ അതിനെക്കൂടെ തന്നെ എനിക്ക് എല്ലാ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോവാ. അതിൽ ജാതി മതം ഒന്നുമില്ല. ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് തീർക്കാൻ ഏത് രീതിയിൽ ഇടപെട്ട് തീർക്കാൻ കഴിയും നോക്കുക. അല്ലാതെ അത് ഏതെങ്കിലും ഒരു മുതലെടുപ്പ് കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റു സംഘടനകൾക്കോ എതിരാക്കുക എന്നുള്ള ഉദ്ദേശം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് തന്നെയാണ് ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ സംബന്ധിച്ചിടത്തോളം. അത് ആ രീതിക്ക് തന്നെ പോകും. അതിപ്പോ നിലവിലിപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്വീകരിച്ചു പോകുന്നത്. അത് ഇനിയും തുടർന്നു ആ രീതിയിൽ സ്വീകരിച്ചു പോകും. ഓക്കെ, ഏതായാലും ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനസേവനമാണ്. ജനസേവന ശാസ്ത്രമാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്.
രാഷ്ട്രീയത്തെ പ്രത്യേകമായ മത താല്പര്യത്തിന് വേണ്ടിയോ സംഘടനാ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ ഉപയോഗിക്കാതിരിക്കലാണ് ഒരു നല്ല രാഷ്ട്രീയക്കാരന്റെ സ്വഭാവം. ആ രൂപത്തിലുള്ള ഒരു നയം താങ്കളുടെ മനസ്സിൽ കുടികൊള്ളുന്നു എന്നത് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു. ഏതായാലും ആ രൂപത്തിൽ പ്രദേശത്തിന്റെ വികസനത്തിനും നന്മയ്ക്കും വേണ്ടി താങ്കൾ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. അതൊക്കെ നിർവഹിക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്കൾക്ക് അബൂബക്കർ സാഹിബിന്, അബൂബക്കർ കുഞ്ഞി സാഹിബിന് എല്ലാവിധ വിജയ ആശംസകളും ഞങ്ങൾ നേരുന്നു. പ്രത്യേകമായി ഞങ്ങളോട് പൊതുവായി എന്താണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് ആവശ്യപ്പെടാനുള്ളത്? 3-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എന്നെ വിജയിപ്പിക്കുന്ന പക്ഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനും അവിടുന്ന് അങ്ങോട്ട് ഇനി എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുതിയ രീതി, കാലഘട്ടത്തിലെ പുതിയ രീതി നോക്കിക്കൊണ്ട് കൊണ്ടുവരാൻ ഞാൻ മുൻപന്തിയിലുണ്ടാവും. അപ്പോൾ അതിന് എൻ്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് പൊതുവെ ആവശ്യപ്പെടാനുള്ളത്. അങ്ങനെ ജയിക്കുന്ന പക്ഷം പൂർണ്ണമായിട്ടും ജനങ്ങളെ കൂടെ ഞാനുണ്ടാവും, ഒരു സംശയം വേണ്ട. അത് ഓക്കെ. ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാം നന്ദി അറിയിക്കുന്നു. ഇത്തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒളവണ്ണ 3-ാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന കാൻഡിഡേറ്റാണ് ഉഷാദേവി. താങ്കളെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജനങ്ങൾ പ്രാദേശിക വികസന രംഗത്ത് ഊന്നൽ നൽകി അത് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സമയമാണ് തദ്ദേശ സ്വയംഭരണ കേന്ദ്രങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സമയം. ആ രംഗത്ത് താങ്കൾ നേരത്തെ മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്, പിന്നെ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്നിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ജനങ്ങൾ അടുത്ത തവണ താങ്കളെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുക. ആ രംഗത്ത് എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും വികസനം കഴിഞ്ഞ 5 വർഷത്തെ കാലത്തിനിടയിൽ ഉഷാദേവിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ട്. 100% അത് സാധിച്ചു എന്നതിൻ്റെ ഒരു സംതൃപ്തി എനിക്കുണ്ട്. കാരണം കൂടത്തുംപാറ പ്രദേശത്ത് പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതി നിലവിലുണ്ട് എങ്കിലും വീണ്ടും അവിടെ ഒരു 65-70ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളമില്ലാത്ത ഒരു വിഷയം നിലനിന്നിരുന്നു. ഞാൻ കുടുംബശ്രീ പ്രവർത്തന രംഗത്തേക്ക് വന്ന സമയത്ത് തന്നെ ഗ്രാമസഭകളിൽ നല്ല പങ്കാളിത്തം ഉണ്ടാക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം അതിൽ നിന്ന് അന്നേ അവർ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ഞങ്ങൾക്ക് കുടിവെള്ളമില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് 2015 മുതൽ 2020 വരെയുള്ള കാലയളവിലേക്കുള്ള പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട തന്നെ ആദ്യം തന്നെ അതിനുള്ളൊരു പരിഹാരമാണ് നടത്തിയിട്ടുള്ളത്. ഇതിനു വേണ്ടി ഞങ്ങൾക്ക് 2 പേര് സ്ഥലം സൗജന്യമായി വിട്ടുതന്നു. ഒന്ന് സ്വയംവരം ഗോപാലേട്ടനും മറ്റൊന്ന് സരസ്വതി, അവരിന്ന് മരണപ്പെട്ടു പോയി, സരസ്വതി മാങ്ങാട്ടും. അവർ 2 പേരും അവരുടെ നല്ല മനസ്സോടുകൂടി ആ സ്ഥലം വിട്ടു തന്നതിൻ്റെ പേരിൽ ഇന്ന് ഞങ്ങൾക്ക് 25.25 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് നല്ലൊരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കാനും അത് അവിടെയുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടി സാധിച്ചു എന്നത് എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണത്. പിന്നെ ഈ ഒരു രംഗത്ത് അത് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയാണ് അതിലേക്ക് കൊണ്ടുവരേണ്ട മറ്റൊരു വിഷയമുള്ളത്. പക്ഷെ വാർഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പൈപ്പ് ഇട്ട് ബ്രാഞ്ച് പൈപ്പ് വരെ അതിൻ്റെ പണി പൂർത്തീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ബൈപ്പാസിൽ നിന്ന് ഒരു ചെറിയൊരു വിഷയമാണ് ഉണ്ടായത്. പക്ഷെ അതിനും അനുമതി കിട്ടിയിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ 6 വരി പാതയുടെ പ്രവർത്തനം നടക്കുന്നതോട് കൂടി തന്നെ ആ ഒരു പ്രശ്ന പരിഹാരം തീർച്ചയായിട്ടും നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ജൽജീവൻ പദ്ധതി. ഇപ്പം ജൽജീവൻ പദ്ധതിയിൽ എൻ്റെ വാർഡിൽ നിന്ന് തന്നെ എനിക്ക് വളരെ കൃത്യതയോടുകൂടി എൻ്റെ കയ്യിൽ കിട്ടിയത് 580ഓളം കുടുംബങ്ങളുടെ അപേക്ഷയാണ്. ഈ 580ഓളം അല്ല, മുഴുവൻ വാർഡിലുള്ള മുഴുവൻ പേർക്കും കുടിവെള്ളം കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. അത് തീർച്ചയായിട്ടും നടപ്പിലാക്കാൻ സാധിക്കും എന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പം അതോടുകൂടി കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അതായത് നമ്മളെ വാർഡിൽ ജനങ്ങൾ 2 ഭാഗത്തും പ്രധാനപ്പെട്ട കുന്നുകളൊക്കെ നിലനിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നം ജനങ്ങൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ്. മറുഭാഗത്ത് ശുദ്ധമല്ലാത്ത മഞ്ഞ കളർ കലർന്ന വെള്ളം ഒക്കെ ഉള്ളത് കൊണ്ട് പ്രതിസന്ധി പറയാറുണ്ട്. അപ്പൊ ആ വിഷയങ്ങൾക്കൊക്കെ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി വരുന്നതോടുകൂടി പരിഹാരമാകും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു ഹൈവേ ക്രോസ് ചെയ്യുന്ന വിഷയം വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനൊരു പരിഹാരം ഈ തവണ ഉറപ്പ് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഏതായാലും കുടുംബശ്രീയിലൂടെ പ്രദേശത്തുള്ള
സഹോദരിമാരുടെയും കുടുംബിനികളുടെ ഒക്കെ മനസ്സിൽ നേരത്തെ തന്നെ ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. ആ രംഗത്ത് സഹോദരിമാർക്കും സ്ത്രീകൾക്കും ഒക്കെ അങ്ങനെ മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവരുടെ പ്രതീക്ഷക്കൊത്ത് കഴിഞ്ഞ 5 വർഷക്കാലം താങ്കൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന ഒരു ചാരിതാർത്ഥ്യവും കൂടി താങ്കൾ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. എന്നാലും ചെറിയ രൂപത്തിലെങ്കിലും വികസനം തൊട്ടു നോക്കാത്ത മേഖല ഇനിയുണ്ട്. ഏതായാലും ഒരു 5 വർഷം കൊണ്ട് എല്ലാ വികസനവും പൂർത്തിയാക്കാൻ കഴിയില്ല എന്നും എല്ലാവർക്കും അറിയാം. ഇനിയൊരു അവസരം കിട്ടിയാൽ ബാക്കിയുള്ള ഈ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കാണാൻ വേണ്ടി ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പു കൊടുക്കാൻ കഴിയും. കാരണം ഇനി ഈ 5 വർഷം കൊണ്ട്, അതായത് പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്ത് ഒരു പ്രതിനിധി ആവാതെ പെട്ടെന്ന് ഒരു ആദ്യമായിട്ട് വന്ന് കയറിയ സമയം കൊണ്ട് ഈ എന്റെ വാർഡിന്റെ സമസ്ത മേഖലകളിലും പരിശോധിക്കാൻ എനിക്ക് ആദ്യം അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും പ്രധാനമായി വരുന്ന മേഖലകളിലൊക്കെ തന്നെ ഞാൻ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി വളരെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ എനിക്ക് ചെയ്തു തീർക്കേണ്ടതുള്ളൂ. അതെനിക്ക് തീർച്ചയായിട്ടും 5 വർഷം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റാവുന്ന മേഖലകൾ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് ഉറപ്പ് തരാൻ വേണ്ടി പറ്റും. അതോടൊപ്പം ആരോഗ്യ രംഗത്ത് നമ്മുടെ വാർഡ് ചെറിയൊരു പ്രതിസന്ധി നേരിടുന്നത് ഒരു കൃത്യമായ ഡോക്ടറുള്ള ഹെൽത്ത് സെന്റർ ഇല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ട്. അതിന് താങ്കൾ ഇടപെട്ടുകൊണ്ടായിരിക്കണം അവിടെ ഒരു ഹെൽത്ത് സെന്റർ, സബ് സെന്റർ വളരെ വലിയ പദ്ധതിയായി അവിടെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ലക്ഷ്യം പൂർത്തിയാവണമെങ്കിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടറെ സ്ഥിരമായി നിയമിച്ച് പിന്നെ ഒരു സൗകര്യം ഏർപ്പെടുത്തിയാലേ അതിന്റെ പൂർണ്ണമായ സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ. ബിൽഡിംഗ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആ രംഗത്ത് ഒരു ഡോക്ടറെ നിയമിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് പഞ്ചായത്തിൽ താങ്കളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം വരുത്താൻ കഴിയുമോ? തീർച്ചയായും. കാരണം അങ്ങനെ ഒരു പദ്ധതി എന്റെ മനസ്സിലുള്ളതാണ്. അപ്പൊ അതെന്തായാലും ഞാൻ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ തീർച്ചയായും ഈ ആരോഗ്യ രംഗത്ത് അത്തരം ഒരു മാറ്റം വരുത്താൻ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. തീർച്ചയായിട്ടും ഞാനത് ചെയ്തിരിക്കും. അപ്പൊ ആ ഒരു ഉറപ്പ് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ആരോഗ്യ രംഗത്ത് വലിയൊരു പ്രതിസന്ധി. ഇപ്പൊ ഒരു ചെറിയ പനി വന്നാലും സാധാരണക്കാരന് പന്തീരാങ്കാവ് കഴിഞ്ഞ് കൊടൽ നടക്കാവ് വരെ പോകേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പൊ അതിൽ നിന്ന് മാറി നമ്മുടെ പ്രദേശത്ത് നിന്ന് ഡോക്ടറെ കാണിക്കാൻ കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വലിയ ആശ്വാസമായിരിക്കും. അങ്ങനെ ഒരു ആശ്വാസം കിട്ടുമ്പോൾ അവരുടെ മനസ്സിൽ താങ്കൾ തീർച്ചയായും ജീവിക്കും. അപ്പൊ ആ രംഗത്ത് ഒരു ഉറപ്പ് കൊടുക്കാൻ ഏതായാലും വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് താങ്കൾ ഉറപ്പിച്ച് കൊടുക്കാൻ സാധിക്കും. ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്ത് വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ടുകളുടെ പരിമിതി, പൊതു കളിസ്ഥലം പോലെയുള്ള ചില പരിമിതികൾ നമ്മുടെ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ആ രംഗത്ത് ഒരു പൊതു കളിസ്ഥലം പോലെയുള്ള ചില പദ്ധതികളും കൂടി താങ്കൾക്ക് സ്പോർട്സ് രംഗത്ത് താല്പര്യമുണ്ടോ ഇല്ലെന്ന് അറിയില്ല. താല്പര്യമുള്ള കുറെ യുവാക്കളും പുതിയ തലമുറയുണ്ടല്ലോ, അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സംവിധാനത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ സംവിധാനം തീർച്ചയായും ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം അത് പരിശോധിച്ചതാണ്. നമുക്ക് ഇപ്പം ഗ്രാമപഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ മൈതാനങ്ങളും ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മളെ പാലാഴി പ്രദേശത്തും അത്തരം ഒരു സംവിധാനം നമുക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും, കാരണം ഈ രംഗത്ത് എനിക്ക് താല്പര്യമുള്ള കക്ഷി തന്നെയാണ്. കാരണം ഈ കേരളോത്സവം പോലുള്ള കാര്യങ്ങളിൽ, യുവജനോത്സവം പോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വാർഡിലുള്ള അതായത് ഇത്തരം കുട്ടികളെയൊക്കെ ഞാൻ പങ്കെടുപ്പിക്കാറുണ്ട്. ഇപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ, കാരണം അതാണല്ലോ ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ആര് നമുക്ക് തരാൻ തയ്യാറുണ്ട് എങ്കിലും ആ കാര്യം പരിഗണിക്കും. തീർച്ചയായിട്ടും അതൊക്കെ പരിഗണിക്കേണ്ട വിഷയങ്ങളാണ്. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് അത്തരം സംവിധാനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. മറ്റൊരാളിൽ നിന്ന് സ്ഥലം കിട്ടിയിട്ട് ഒരു പഞ്ചായത്ത് ചെയ്യാന്നുള്ളത് പെട്ടെന്നാവണമെന്നില്ല. പക്ഷെ നിലവിലുള്ള സംവിധാനങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യാൻ പറ്റും കാര്യങ്ങള്. കാരണം ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങൾ നമ്മളവിടെയൊക്കെ വന്നു കഴിഞ്ഞ് അപ്പൊ അവരുമായി കൂടി ആലോചിച്ച് പഞ്ചായത്തിൽ നിന്ന് എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് പരിഗണിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇടപെടും. അതിൽ ഞാനൊരു മാറ്റം വരുത്തും. മറ്റൊരു പ്രധാന വിഷയമായിട്ടുള്ളത് ചില ട്രെയിനേജുകൾ. ഇപ്പോൾ താങ്കൾ ഇടപെട്ടുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ വിഷ്ണു ക്ഷേത്രത്തിന്റെ റോഡ്, അതിനപ്പുറത്ത് മറ്റൊരു റോഡ്, അങ്ങനെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ സജീവമായി പരിഗണനയിൽ വന്നു വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റോഡുകളിൽ ഈ ഡ്രൈനേജ് ഒഴുകിപ്പോകുന്ന ചില സ്ഥലങ്ങളിൽ സ്വകാര്യ വ്യക്തികൾ ബിൽഡിംഗ് ഉണ്ടാക്കിയത് കൊണ്ട് ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒഴുക്ക് തടസ്സപ്പെട്ടത് കാരണം വെള്ളം മഴ പെയ്യുമ്പോഴേക്ക് ആ വീടുകളൊക്കെ വെള്ളത്തിലാകുന്ന ഒരു അവസ്ഥ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അത് കുറെ കാലങ്ങളായിട്ട് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ രംഗത്ത് ഒരു ഇടപെടൽ നടത്തി അതിനൊരു പരിഹാരം ഉണ്ടായിക്കൂടെ?
ഉണ്ടാക്കാം. അതിനു വേണ്ടിയാണ് ഞാൻ ആ സംവിധാനം കൊണ്ടുവന്നത്. അതായത് ആ ഡ്രൈനേജ്, അവിടെ ഒരു ഡ്രൈനേജ് ഇപ്പൊ നിർമ്മിക്കുന്നുണ്ട്. ആ ഡ്രൈനേജിലൂടെ എത്തുന്ന വെള്ളത്തെ, അവിടെ നാട്ടുകാരോട് ഞാൻ ആദ്യം തന്നെ സംസാരിച്ച വിഷയം അതാണ്. കാരണം ജനകീയമായി ഇടപെട്ടുകൊണ്ട്, സ്ഥലം കയ്യേറിയതാണെങ്കിലും ജനകീയമായി ഇടപെട്ടുകൊണ്ട് ആ തോടിന് വീതി കൂട്ടുക, എന്നിട്ട് വെള്ളത്തിനെ ഇപ്പൊ വരുന്ന വെള്ളക്കെട്ടിനെ ഒഴിവാക്കുന്ന രീതിയിലുള്ള സംവിധാനത്തിലേക്ക് ഞാൻ ഏതായാലും തുടങ്ങി വെച്ച കാര്യം മുഴുവനാക്കിയിരിക്കും. ഏതായാലും പിന്നെ മുഖം നോക്കാതെ ഇത്തരം ജനകീയമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു വികസനം കൊണ്ടുവന്നാൽ അതൊക്കെ ജനങ്ങൾക്കിടയിൽ താങ്കൾ എന്നും ഓർമ്മിക്കപ്പെടുന്ന വിഷയമാണ്. അപ്പൊ ആ രംഗത്ത് താങ്കളുടെ സജീവമായ ഇടപെടൽ ഉണ്ടാകും എന്ന് ഉറപ്പു തരുന്ന സ്ഥിതിക്ക് വികസനം മാത്രം ആഗ്രഹിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് എല്ലാവിധ വിജയവും ഞങ്ങൾ ആശംസിക്കുകയാണ്. അതോടൊപ്പം താങ്കൾ വാഗ്ദാനം നൽകിയിരിക്കുന്ന ഈ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റാൻ താങ്കൾക്ക് സാധിക്കുമാറാവട്ടെ എന്ന് ആശംസിച്ച് എല്ലാ വിജയവും നേർന്നുകൊണ്ട് ഈ ചർച്ചയിൽ വന്നതിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഇനി നമ്മുടെ വോട്ടർമാരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉഷാദേവിക്ക് പറയാം. എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ നിങ്ങളിലൂടെ ജീവിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും എന്നെ വീണ്ടും നിങ്ങൾ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്നും എങ്ങനെയാണോ ഈ കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങളോടൊപ്പം ഞാൻ നിന്നിരുന്നത്, അതിൽ ഒന്നിൽ കൂടെ അധികമായിട്ടായിരിക്കും നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാവുക എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. എന്നും ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കും ഉണ്ടാവുക. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.